നീ ആ വിക്രമൻ പിള്ളയുമായി റെസ്റ്റോറന്റിൽ പോയ വിവരം ഞാൻ അറിഞ്ഞു. അതിലെന്താണ് തെറ്റ് സാറതെ? അതിലെന്താണ് തെറ്റെന്നോ? ഇങ്ങനെയുള്ളവന്മാർ നിന്നെ ആദ്യം റെസ്റ്റോറന്റിൽ കൊണ്ടുപോകും. എന്നിട്ട് ആരുമില്ലാത്ത മുറിയിലേക്ക് നിന്നെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വച്ച് ആരും കാണാതെ നിന്റെ കൈകളിൽ ചുംബിക്കും. എന്റെ തമ്പുരാനെ, ഇങ്ങനെയൊന്നും അവൻ ചെയ്തില്ലെങ്കിൽ അവനെ സൂക്ഷിക്കണം. അവന്റെ ഉദ്ദേശം അപ്പോൾ ഫുഡ് മാത്രമായിരിക്കും. നീ പൈസ കൊടുത്തു മുടിയും. എന്റെ ഈശ്വര, അവൻ എങ്ങനെയെങ്കിലും എന്റെ കയ്യിലൊന്ന് കയറി പിടിച്ചാൽ മതിയായിരുന്നു. സുശീലാദേവി, അവ തമാശയായിട്ട് കണ്ടാൽ മതി. എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞു മടുത്തു നീ. ഞാനൊരു കാര്യം പറയട്ടെ. ആ, ഇന്നലെ നാനും വിക്രമൻ പിള്ളയും കൂടെ മോട്ടോർ ബൈക്കിൽ പോകുന്നത് എന്റെ അച്ഛൻ കണ്ടു. ഭഗവാനെ, ഈശ്വരയോ? അല്ല, ഈശ്വര. എന്നിട്ട് നിന്റെ അച്ഛൻ നിന്നോട് വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഇങ്ങനെ ദിവസവും മോട്ടോർ ബൈക്കിൽ കോളേജിൽ പോവാനാണെങ്കിൽ രാവിലെ എന്നോട് എന്തിനാണ് ബസ്സിന് പൈസ വാങ്ങിച്ചത്, അത് തിരിച്ചു താടി എന്ന് പറഞ്ഞു. ഞാൻ ആകെ സമ്മിപ്പോയി. നല്ല അന്തസ്സുള്ള അച്ഛൻ തന്നെ. എന്തൊക്കെ ആയിരുന്നാലും നിനക്കറിയാമല്ലോ, ഞാനും വിക്രമൻ പിള്ളയും മുടുത്ത പ്രണയത്തിലാണ്. അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ എന്റെ അച്ഛൻ ഏതോ വലിയ പേർഷ്യക്കാരനുമായി എനിക്ക് വിവാഹം ആലോചിച്ചിരിക്കുകയാണ്. ഹയ്യട ഹൈമ, പേർഷ്യക്കാരനോ? എങ്കിൽ നീ ആ വിക്രമൻ പിള്ളയെ ഒഴിവാക്കി അച്ഛൻ പറയുന്നത് കേൾക്ക്. അതെനിക്ക് സാധിക്കില്ല. ഞാൻ എങ്ങനെ പുള്ളിയോട് ആ കാര്യങ്ങൾ പറയും? ഞാൻ പറയുന്നത് പോലെ വിക്രമൻ പിള്ളയെ കാണുമ്പോൾ പറഞ്ഞാ മതി. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം.